ഹലോ ഗൈസ്, ഞാൻ പറയണ സത്യത്തിനേക്കാൾ ഒന്നുമില്ലല്ലോ അല്ലേ? ഷാജിയുടെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. കുറച്ച് മുന്നേ കണ്ടുള്ളൂ. രാവിലെ തന്നെ അപ്പം ഷാജിൻ്റെ വീഡിയോ കാണണേ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇപ്പം അവള് മാന്യത്തി റിയാക്ഷൻ വീഡിയോ ചെയ്തവന്മാരും കാണുന്നവന്മാരും പൊട്ടന്മാർ. അവള് നല്ല പുള്ളി അല്ലേ? അതായത് ഇപ്പം അവള് പറഞ്ഞു കൈസിനെ വിളിച്ചിട്ട് അവളുടെ അമ്മ പച്ചക്കള്ളം പറഞ്ഞു എന്ന്. അവളുടെ അമ്മക്ക് പച്ചക്കള്ളം പറയേണ്ട ആവശ്യമില്ല, സ്വന്തം മോളാണ്. സ്വന്തം മോളിനെ കുറിച്ച് അങ്ങനെ ആരും അനാവശ്യം പറഞ്ഞു നടക്കണം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഉമ്മാനെ പറ്റിയിട്ട് മക്കള് പറഞ്ഞു നടക്കും, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുള്ള കാര്യമാണ്. നമ്മൾ പോട്ടെ, അത് മറ്റുള്ളവൻ്റെ കാര്യം പോട്ടെ. നമുക്ക് ഇവിടെ ചന്ദനം ഷാജിയുടെ കാര്യം തന്നെ എടുത്തിടാം. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകണം? പിന്നെ അതേപോലെ ഇപ്പം അവള് പറഞ്ഞു, അവളുടെ ഉമ്മ പറഞ്ഞ് പച്ചക്കള്ളാണ്, ചന്ദനം പിടിച്ചതിന് കേസില്ല. എടി പൊട്ടത്തി, എടി ചന്ദനം പൊട്ടത്തി, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. എടി പരാറി. എനിക്കെന്താ ഞാൻ പറഞ്ഞ തിരിച്ചു പറയാണ്. ഇപ്പം നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ നിങ്ങൾ തിന്നണത് അതാണ്, നിങ്ങൾ തിന്നണത് അതാണ്. ഞാൻ ചോദിക്കുക, നീ തിന്നണത് അതാണോ? ഈ ഒരു ആളിനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വരും. അത് ലഹരി കേസിൽ വണ്ടിയിൽ പിടിച്ചാൽ വണ്ടിൻ്റെ ഉടമയ്ക്ക് വരും. അല്ലാണ്ട് ചന്ദന കേസ് വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിയ ആളിനെ പിടിക്കുള്ളൂ കൂത്തച്ചി. അല്ലാണ്ട് നിൻ്റെ ഉമ്മാക്കല്ല കേസ് വരിക. അത് മനസ്സിലായോ? പിന്നെ നിൻ്റെ ഒപ്പും നിൻ്റെ നമ്പറും വാങ്ങിയത് എന്തോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് തെറി പറയാൻ അറിയാണ്ടല്ല, ഞാൻ ഇതിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് തെറി പറയാൻ ഞാൻ പൊട്ടണമെന്നല്ല, തെറി പറയാൻ അറിയാണ്ടിരിക്കാൻ ഞാൻ പൊട്ടണമെന്നല്ല. പിന്നെ ഇനി ഞാൻ ഒരു കാര്യം പറയാം. എടി അപ്പം ഷാജി, ഫോറസ്റ്റുകാരനെ വിളിച്ചു പറഞ്ഞത് സിനാനല്ല, ഞാനാണ്. നീ ചെയ്ത തെറ്റെന്താ അറിയോ? അന്ന് ചന്ദനം വെട്ടുമ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ മാമ, അതായത് ലൈല ലൈല എന്ന് വിളിച്ചിട്ട് ഇവള് പറയണ്ടല്ലോ, ലൈല ലൈല സ്വന്തം മാമൻ്റെ ഭാര്യയാണ്, അമ്മായി. ഈ അമ്മായിൻ്റെ വീട്ടുകാരായിട്ട് ഈ രാവിലെ കച്ചറുണ്ടാക്കി, നല്ല ഒച്ചമ്പുളിയിൽ അരയ്ക്ക് കീപ്പിട്ട തെറി. അത് എൻ്റെ വീട്ടുകാരും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ നാട്ടുകാർ അറിയലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞിട്ടാണ് അത് എൻ്റെ ഈ ചെവിയിലെത്തിയത്. ഈ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം കേൾക്കും. അപ്പോൾ പിന്നെ അങ്ങനെ നിൻ്റെ പഠിച്ചോനെ, എനിക്ക് ഉപ്പല്ല, എന്നാലും ഞാൻ ഉപ്പാനെ പറയാൻ പാടില്ല. എൻ്റെ ഉപ്പാനല്ല, അവളുടെ ഉപ്പാനായാലും അവളുടെ ഉമ്മാനായാലും ഞാൻ പറയില്ല. കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവരിനെ പറയേണ്ട ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ തലപ്പത്തിങ്ങനെ നിൽക്കുക, നാവിൻ്റെ തലപ്പത്തിങ്ങനെ നിൽക്കുക പച്ചയ്ക്ക് വിളിക്കാൻ. പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. പിന്നെ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയുള്ളൂ, പോയി ചത്തൂടെ നിങ്ങൾക്ക്? അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ആ വെടിച്ചിൻ്റെ കാര്യം മാത്രമേ കേൾക്കണുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കേൾക്കണില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കണില്ല. ഷാജു പറയണതാണ് ഏറ്റവും വലിയ സത്യം. പടപ്പുകളിനെ വിശ്വസിക്കണ്ട, പടച്ചോനെ വിശ്വസിക്കണം. പടച്ചോനോട് നമ്മൾ പോയി ചോദിക്കില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ധൈര്യത്തിൽ പറയാലോ. പടപ്പുകളിനെ വിശ്വസിക്കണ്ട, പടച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് പടച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി എൻ്റെ കാര്യങ്ങൾ എന്ന്. ആയിക്കോട്ടെ, പടച്ചോൻ്റെ അടുത്ത് തന്നെ നല്ലപോലെ ഇത് വലുതല്ലേ, ഇത് ഇടനെഞ്ചിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ ഷാജിയെ. യൂട്യൂബർ ഷാജിദ ഷാജി, മറക്കണ്ട. പിന്നെ അതേപോലെ അവളുടെ ഉമ്മ കൈസിനെ വിളിച്ചു പറഞ്ഞത് പച്ചക്കള്ളം. പിന്നെ എന്തൊക്കെയാ അവള് പറഞ്ഞല്ലോ, ആറാൻ പറഞ്ഞ പന്നീൻ്റെ വോയിസൊക്കെ ഓർമ്മല്ല. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിനടുത്ത പൊങ്കാലായിട്ട് അവള് വരുമോയെന്ന് എനിക്കറിയില്ല. വന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു ത്രില്ലല്ലേ മക്കളെ, അതൊക്കെ ഒരു ത്രില്ലല്ലേ. ഷാജി കം ഫാസ്റ്റ്, ജൽദി ആജാ ഭായ്. പിന്നെ അതേപോലെ സിനാനി എളാമ്മൻ്റെ മക്കളെ. എടി ഇവരുടെ ഉമ്മാനെ ഇവർ നോക്കണ പോലെ നീ നിൻ്റെ ഉമ്മാനെ നോക്കണ്ടോ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്.
നീ നിൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കണ്ടല്ലോ. നീ പറയണ്ടല്ലോ പുതുനഗരത്തെ ബ്ലഡാണ്. എന്തോ അല്ലക്ക, നീ പുതുനഗരത്തെ ബ്ലഡിലുള്ള ആള് ഇടയ്ക്ക് ഈ സിനാൻ്റെ വീട്ടിൽ വന്നു പോകുന്നുണ്ട്. നീ അത് അറിയണ്ടേ? നീ അതറിയണ്ടോ? നീ പറയണ്ടല്ലോ 4 വട്ടം നീ പറയണ്ടല്ലോ ഉപ്പ എൻ്റെ ബ്ലഡ് എൻ്റെ ഷാവുൽ ഹമീദിൻ്റെ ബ്ലഡാണ് ഓടുന്നതെന്ന്. എന്ത് ബ്ലഡ് അടി? അതിൽ ബ്ലഡൊന്നല്ല ഓടുന്നത്, അതിൽ വേറെ ഏതോ കെമിക്കൽ ചേർത്ത ഓയിലോ ഓടുന്നത്. അത് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിരിക്കണു. പിന്നെയാണ് നിൻ്റെ ഈ തോലിച്ച് ഇൻ്റർവ്യൂ മറ്റേതും മറിച്ചതും. എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഷാജിയെ, എന്തിനാ വെറുതെ. പിന്നെ അതേപോലെ സിനാനെ എടുത്തിട്ട് തല്ലി ഫോണും കൊണ്ട് പോയി. ആർക്കാ അന്ന് കൊണ്ട് ആരാ അന്ന് വീഡിയോ ഇട്ട്? യൂട്യൂബിൽ ആരെ വീഡിയോ ഇട്ടു? ഗായ്സ്, എൻ്റെ കൈ നോക്കൂ, എൻ്റെ നെഞ്ഞ് നോക്കൂ, എൻ്റെ പെരടി നോക്കൂ, എൻ്റെ പുറം നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ്? ആ തല്ലിയതിന് ശേഷം സ്റ്റേഷനിൽ പോയിട്ട് കോംപ്രമൈസ് ചെയ്തതാണ്. അത് പോട്ടെ, അതിന് ശേഷമാണ് ഇവളുടെ തോന്നിവാസം മൂത്തിട്ട് ഇവള് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്ത് ഇവളുടെ മാമാൻ്റെ പേരിലും മോൻ്റെ പേരിലും അവരുടെ പേരിലും. ഈ മാമാൻ്റെ മോൻ കഴുത്ത് കയറി പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഓൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എന്തെല്ലാം അനാവശ്യം പറഞ്ഞ ഇവളുടെ ഈ വോയിസ് എല്ലാവരും കേൾക്കണല്ലേ, ഇവള് ലൈവിൽ വന്നിട്ട് പോലാട്ട് കേൾക്കണതല്ലേ, എല്ലാവരും കേൾക്കണതല്ലേ. നീ എന്തെന്നാടി എൻ്റെ കഥ ഷാജിയാണ്? വീട്ടുകാരും പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥ. അതാണെങ്കിൽ മാമ അമ്മായി എന്ന് വിളിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് അവരിനൊന്നും പറയാനും പറ്റില്ല. ഈ തലകറിച്ച തേവിടിച്ച് ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഓർമ്മയില്ല. ഞാൻ അവളുടെ വീഡിയോ കണ്ടിട്ട് വീണ്ടും വരണം. അപ്പം അതിന് ടൈമില്ല എന്നല്ല ഗൈസ്. ഇപ്പോൾ വണ്ടിയിലാണ്, ഓട്ടുണ്ട്, ഡ്രൈവറാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഷാജി, നീ അറിയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫോറസ്റ്റിക്ക് വിളിച്ചത് ഞാനാണ്. അനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യും. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇന്നുണ്ടാവില്ല, ഇന്ന് വൈകുന്നേരം മാത്രമേ ഞാൻ വീട്ടിലെത്തുള്ളൂ. അതിന് ശേഷം നാളെ ഞാൻ ഫുൾ ടൈം ഉണ്ടാവും, വീട്ടിലുണ്ടാവും. അനക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് വാ, മണ്ണാർക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ വാ. ഇറ്റ്സ് മീ കൈസ അല്ല, എന്താ ഷെരീഫ് എം കെ ഡിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തത് മണ്ണാർക്കാട് വെച്ച് ഉണ്ടാക്കുമെന്ന്. മണ്ണാർക്കാടിനെ കുറ്റം പറഞ്ഞ ഡാഷ് മോൾ തന്നെ മണ്ണാർക്കാട് ഉണ്ടാക്കാൻ പോയിരിക്കണത്. മണ്ണാർക്കാട് മറ്റേ എന്തോ ന്യൂ ഷോപ്പ് ഷാജീസ് ബ്യൂട്ടി ക്രീം തേക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു, അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു ചന്ദനം കട്ടത്, ചന്ദനം കള്ളി, അപ്പം ഷാജി, വികാരജീവി, എന്തൊക്കെ ഒരു പേരവൾക്ക് പേര്. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെയൊക്കെ ആണെങ്കിൽ ഞാൻ വരും. അപ്പോൾ ഓക്കെ, ബൈ.